ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ലെഫ്റ്റ് ലിബറൽ പ്രൊഫൈലുകളൊക്കെ കണ്ണീരൊഴുക്കാൻ തുടങ്ങി. മലയാളികൾക്ക് അന്നം നൽകുന്ന സൗദിയേക്കാളും UAE-യേക്കാളും കുവൈറ്റിനേക്കാളും ഖത്തറിനേക്കാളും ഒക്കെ അവർക്ക് പ്രധാനപ്പെട്ടത് ഇറാനാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർ കണ്ണീരൊഴുക്കുന്നു. ആ കണ്ണീരിനൊപ്പം നിന്നാലേ വോട്ട് കിട്ടൂ എന്ന് പിണറായി വിജയന്മാർ മനസ്സിലാക്കുന്നു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? അതുകൊണ്ട് വിജയൻ ഇങ്ങനെ ഒരു കുറിപ്പെഴുതി. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തുന്ന ആക്രമണത്തെയും പ്രത്യാക്രമണത്തെയും തുടർന്ന് ഗൾഫ് മേഖലയിലാകെ രൂപപ്പെട്ടിരിക്കുന്ന സംഘർഷാവസ്ഥയിൽ വലിയ ആശങ്കയാണ് ഉയർന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾക്ക് വേണ്ടി അടിയന്തരമായി ഇടപെടാൻ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചുകൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ്. അതിൽ ഭൂരിപക്ഷവും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരാണ്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെയും നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെയും ആശങ്കകളെ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ്, കോൺഫറൻസ് ഹാൾ, ഇത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുമുള്ള അടിയന്തര മുന്നൊരുക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മോദി ഇടപെടണം എന്ന് പറഞ്ഞ് ആവേശം കൊള്ളുകയാണ് പിണറായി വിജയൻ. മാത്രമല്ല, ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ്. ആ തെമ്മാടി രാഷ്ട്രത്തെ പാഠം പഠിപ്പിക്കണം എന്ന്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്ത അനുഭവം. ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ലേ. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, സമ്പത്തുണ്ട്. ഇതെല്ലാം കൂടി ഒത്തുവന്നപ്പോ ഭ്രാന്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. ഇപ്പോ ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ശശിയെ എന്നാണ് ഈ പറയുന്നത്? ലോകത്തിനു മുന്നിൽ എന്തെങ്കിലും വസ്തുതകൾ അങ്ങനെ പറയാൻ കഴിഞ്ഞു? ഏതെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു? തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രങ്ങളെ വെച്ചു വാഴിപ്പിക്കില്ല എന്ന നിലയാണല്ലോ. ചൂരൽമലയിലെ മുണ്ടക്കയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ചടങ്ങിലാണ് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ബഹളം വെച്ചത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയും വലിയ ഒരു തെമ്മാടി രാഷ്ട്രത്തിലേക്ക് എന്തിനാണ് പിണറായി വിജയൻ കൂടെ യാത്ര ചെയ്യുന്നത്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊള ആൻസറാ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. രോഗം വന്നാൽ അമേരിക്കക്കാർ പോലും കേരളത്തിലേക്ക് ഓടിയെത്തും എന്ന് കൂടെ തള്ളുന്ന പിണറായി വിജയനും പാർട്ടി നേതാക്കളും എന്തിനാണ് അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നത്? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എന്തിനാണ് പിണറായി മകനെ UAE-യിൽ കൊണ്ടുപോയി ജോലി ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണ് പിണറായി ഇടയ്ക്കിടെ അമേരിക്കയ്ക്കും ലണ്ടനും UAE-ക്കും ഒക്കെ പോകുന്നത്? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. UAE-യും അമേരിക്കയും ഒക്കെ ഒരുമിച്ച് നിന്നാണ് ഇറാന്റെ ഭീകരതയ്ക്കെതിരെ പോരാടുന്നത് എന്നോർക്കണം. ഇത്രയേറെ വിഷമമുണ്ടെങ്കിൽ, ഇത്രയേറെ സങ്കടമുണ്ടെങ്കിൽ പിണറായി ആദ്യം ചെയ്യേണ്ടത് ഈ തെമ്മാടി രാഷ്ട്രവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ്. 100% ഞാൻ യോജിക്കുന്നു. പിണറായി മാത്രമല്ല, MV ഗോവിന്ദനും വികാരഭരിതനാകുന്നുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.